ചില വാർത്തകളിലേക്ക് വരാം. പക്ഷേ എന്നാലും അതിരപ്പള്ളിയിലെ ആനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആകാംക്ഷയോടുകൂടി നിൽക്കുന്നവരും ഉണ്ടാവില്ലേ? അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ. മയക്കുവെടിയേറ്റ ആന പൂർണ്ണമായും ദൗത്യസംഘത്തിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. വിവരങ്ങളുമായി ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു സ്ഥലത്തു നിന്നും. ജെയ്സൺ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ആനയെ പൂർണ്ണമായും തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്, നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ചികിത്സ തുടങ്ങിയോ? തീർച്ചയായും അരുൺകുമാർ, ചികിത്സ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ 3 ഡോസ് മരുന്ന് നൽകിയിട്ടുണ്ട്. അതിനുശേഷം വിശദമായ ചികിത്സ, 3 ഡോസ് മരുന്ന് നൽകിയതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കി ഒരു 10 മിനിറ്റിനുള്ളിൽ മറ്റു ചികിത്സയിലേക്ക് കടക്കുക. ആ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായും മുറിവ് വിശദമായി പരിശോധിക്കുക എന്ന് തന്നെയാണ്. അതിൻ്റെ ആഴം, അതിൻ്റെ എത്രമാത്രം പഴുപ്പ് അതിനകത്തുണ്ട്, ഏതെല്ലാം കാരണങ്ങളെ കൊണ്ടാണ് ആ മുറിവുണ്ടായത് നടക്കമുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്ത് ഇവർ കണ്ടെത്താനാകും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കൂടി ഇപ്പോൾ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലായ ആനയുടെ സമീപത്ത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘം തന്നെയുണ്ട്. ഏകദേശം 8:30 ആനയെ മയക്കുവെടി വയ്ക്കുന്നത്. ഏകദേശം 10 മിനിറ്റുള്ളിൽ തന്നെ ആന സമ്പൂർണ്ണമായി നിയന്ത്രണത്തിൽ. അത് നേരത്തെ നാം പറഞ്ഞതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പതുക്കെ പോയി അവിടെ വെച്ച് ഡോക്ടർമാർ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അതിൻ്റെ ദൃശ്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആനയുടെ മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കുകയായിരുന്നു. പക്ഷേ ആന കാര്യമായ പ്രശ്നങ്ങളൊന്നും പിന്നീടുണ്ടാക്കില്ല. അതിന് മുൻപ് മയക്കുവെടി വയ്ക്കുന്നതിന് തൊട്ട് മുൻപാണ് ആന ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ആന മയക്കുവെടി വെച്ചതിന് ശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പതുക്കെ പോയി അമ്പലത്തിന് സമീപത്ത് വെച്ച് അത് സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി. ഇപ്പോൾ 3 ഡോസ് മരുന്ന് നൽകിയിട്ടുണ്ട്. അതിനുശേഷം മറ്റു ചികിത്സയിലേക്ക് 10 മിനിറ്റകം കടക്കുമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുതരമായ പരിക്കാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ചികിത്സ ആവശ്യമാണോ എന്ന കാര്യം അടക്കം തീരുമാനിക്കുക ഈ 10 മിനിറ്റിന് ശേഷം നടക്കുന്ന വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അരുൺകുമാർ. ഓക്കെ ജെയ്സൺ, എന്തായാലും അവനെ നല്ല ചികിത്സ കൊടുക്കാൻ കഴിയട്ടെ. ഡോക്ടർ അരുൺ സഖറിയും സംഘവും ഇപ്പോൾ ആനയെ നിയന്ത്രിച്ച് നിർത്തി ആനയ്ക്കുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ദൃശ്യങ്ങൾ വരുന്ന മാത്രയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. രഞ്ജിത്ത് പറയുന്നു ഗുഡ് മോർണിംഗ് അരുൺ സാർ. SGN പറയുന്നു 1 മാസത്തെ പെൻഷൻ മാത്രം വന്നു. ദീപു പറയുന്നു പെൻഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ രാത്രി 7:30 1600 രൂപ പെൻഷൻ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് വിൽസൺ മേച്ചേരി പറയുന്നു. സന്തോഷം, പെൻഷനൊക്കെ വാങ്ങുക, സന്തോഷമായിട്ടിരിക്കുക. റേഷൻ കടയിലൊക്കെ പോയി ചില സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടു. സമരമാണ്. ആ സമരം ഇന്ന് ഒത്തുതീർപ്പാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മലപ്പുറത്ത് കിണറ്റിലകപ്പെട്ട ആനയെ മണിക്കൂറുകൾക്ക് ശേഷം രാത്രി ഏറെ വൈകിയാണ് കരക്കെത്തിച്ചത്. അതിൽ JCB ഡ്രൈവർമാരുടെ സഹായം എടുത്തു പറയേണ്ടതാണ്. വളരെ ദുർഘടമായ ഒരു സ്ഥലത്ത് ആനയുടെ തുമ്പിക്കൈക്കോ ശരീരത്തിനോ പരിക്കു പറ്റാതെ ആനയ്ക്ക് വഴിയൊരുക്കി കൊടുക്കാൻ ഇന്നലെ JCB ഓപ്പറേറ്റർമാർ കാണിച്ച ജാഗ്രത അഭിനന്ദനാർഹമാണ്.